കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യയിൽ മാനേജ്മെന്റ് വാദം തള്ളി വിദ്യാഭ്യാസ വകുപ്പ്. മാനേജ്മെന്റ് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്തതിനാലാണ് അലീനയുടെ നിയമനം അംഗീകരിക്കാത്തതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണവുമായി അലീനയുടെ കുടുംബം രംഗത്തെത്തി. മരണത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇല്ലാത്ത ഒഴിവിലേക്കാണ് അലീന ബെന്നിയെ മാനേജ്മെന്റ് നിയമിച്ചതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. 2019 നസ്രത്ത് LP സ്കൂളിൽ നിന്നും അനധികൃതമായി അവധിയിൽ പോയ അധ്യാപികയെ നീക്കിയ ഒഴിവിലേക്കായിരുന്നു അലീനയുടെ ആദ്യ നിയമനം. ഇതിന് അംഗീകാരം തേടി മാനേജ്മെന്റ് നൽകിയ അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പ് നിരസിച്ചു. അധ്യാപികയെ സർവീസിൽ നിന്നും നീക്കം ചെയ്ത ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കാത്തതായിരുന്നു കാരണം. അലീനയെ സെന്റ് ജോസഫ് സ്കൂളിലേക്ക് സ്ഥലം മാറ്റിയ ശേഷം നിയമന ഉത്തരവ് അംഗീകരിക്കാനായി വീണ്ടും അപേക്ഷ നൽകി. മതിയായ രേഖകളില്ലാത്തതിനാൽ ഇതും കഴിഞ്ഞ നവംബറിൽ മടക്കി. രേഖകൾ സഹിതം കഴിഞ്ഞ മാസം 14-ന് വീണ്ടും നൽകിയ അപേക്ഷ പരിഗണനയിലിരിക്കവെയാണ് അലീനയുടെ മരണം. മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണവുമായി അലീനയുടെ പിതാവും രംഗത്തെത്തി. അവർക്ക് അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് വിശദീകരിച്ചാൽ വീഴ്ച ഉണ്ടായത് വേണമെങ്കിൽ രേഖാമൂലം ഞാൻ തരാം. പക്ഷെ ഞാനൊരു പ്രതികാരത്തിനും അവരോടില്ല. കാരണം അവർ ശക്തരാണ്. ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിന്ന് പരിഗണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും പറയുന്നത് അവർ ഓഫീസിലും ഡി ഓഫീസിലും പോയി ഫയലൊക്കെ പാസ്സായി വരണം. അവിടെ ചെല്ലുമ്പം പറയും കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് കടലാസ് തന്നിട്ടില്ല, സ്കൂളിൽ നിന്ന് കടലാസ് തന്നിട്ടില്ല, അങ്ങനെയുള്ള കാരണങ്ങളാണ്. അലീനയുടേത് സ്ഥിരം നിയമനമാണെന്നും വിദ്യാഭ്യാസ വകുപ്പാണ് അനാസ്ഥ കാട്ടിയതെന്നുമാണ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് മലബാർ മേഖലയുടെ വിശദീകരണം. അലീനയുടെ മൃതദേഹം കട്ടിപ്പാറ ഹോളി ഫാമിലി ചർച്ചിൽ സംസ്കരിച്ചു. മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശം നൽകിയത്. 24 കോഴിക്കോട്.